ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ അടുത്ത വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ ഗാർഡനിൽ അലങ്കാര ചെടിയായി വളർത്താൻ പറ്റിയ ഒരു നല്ലൊരു ലീഫി പ്ലാന്റാണ് അരാലിയ പ്ലാന്റ്. ചെറിയ കെയറിങ്ങോടുകൂടി വളരെ എളുപ്പത്തിൽ നമുക്ക് ഈ പ്ലാന്റ് വളർത്തിയെടുക്കാം. അതിന് നമുക്ക് പോട്ടിൻ മിക്സായി ചാണകപ്പൊടി, മണ്ണിര കമ്പോസ്റ്റ്, മണൽ എന്നിവ ചേർത്ത് നമുക്ക് ഈ പ്ലാന്റ് നടാം. നമ്മുടെ ഗാർഡനിൽ പോട്ടിൽ നടുകയാണെങ്കിൽ ബുഷിയായി വളർത്തുവാനും ഗാർഡൻ ബോർഡർ ചെയ്യുവാനും വേർട്ടിക്കൽ ഗാർഡനായി ചെയ്യുവാനും പറ്റിയ നല്ലൊരു ലീഫി പ്ലാന്റ് ആണ്. അമിതമായി വെള്ളം ആവശ്യമില്ലാത്ത ഒരു പ്ലാന്റ് ആണ് അരാലിയ. ഡയറക്റ്റ് സൂര്യപ്രകാശവും ഈ പ്ലാന്റിന് ആവശ്യമില്ല. ഷെയ്ഡിൽ വളർത്തിയെടുക്കാൻ പറ്റിയ നല്ലൊരു പ്ലാന്റ് ആണ്. അമിതമായി വളവും ഈ പ്ലാന്റിന് കൊടുക്കേണ്ട യാതൊരു ആവശ്യവുമില്ല. ഡയറക്റ്റ് വെയിൽ കിട്ടാത്ത ഭാഗത്ത് വയ്ക്കണം. ഉച്ച കഴിഞ്ഞ് നേരിട്ടുള്ള കഠിനമായ വെയിലും ഈ പ്ലാന്റിന് ഏൽക്കരുത്. 30 മുതൽ 45 ദിവസത്തിൽ നമുക്ക് വളമായിട്ട് ഒരു പിടി മണ്ണിര കമ്പോസ്റ്റോ പൊടിച്ച ചാണകപ്പൊടിയോ കൊടുക്കാം. ഇതിൻ്റെ പ്രൊപ്പഗേഷൻ എന്ന് പറഞ്ഞാൽ വളരെ എളുപ്പമാണ്. ഇതിൻ്റെ അധികം മൂക്കാത്ത ചെറിയ മൂപ്പെത്തിയ സ്റ്റെംസുകൾ ഒടിച്ചെടുത്ത് ഒരു പോട്ടിൽ ബുഷിയായിട്ടാണ് നമുക്ക് വളർത്തേണ്ടതെങ്കിൽ കുറച്ച് വായ്വട്ടം വലിയ പോട്ട് എടുത്തിട്ട് അതിലേക്ക് നമുക്ക് ഒരു 5-8 സ്റ്റെംസുകൾ കുത്തിവെക്കണം. എന്നാൽ മാത്രമേ ഒരു 5-6 എണ്ണമെങ്കിലും നമുക്ക് പിടിച്ചു കിട്ടുള്ളൂ. കുറേയൊക്കെ ചീഞ്ഞു പോകും. അതുകൊണ്ടാണ് ഒരു പോട്ടിൽ തന്നെ ഒരു 5-8 എണ്ണം കുത്തണം എന്ന് പറയണത്. എന്നിട്ട് നമുക്ക് ഷെയ്ഡിൽ വെക്കാം. വെള്ളം നനക്കണതാണ് പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ടത്. അമിതമായ നനവ് ഈ ചെടിയുടെ വേരുകൾ ചീയുകയും തണ്ട് ചീയലിനും കാരണമാകും. അങ്ങനെ വരുമ്പോൾ അതിൻ്റെ ലീവ്സുകളെല്ലാം കൊഴിഞ്ഞു പോകുകയെ. അത് കാരണം നമുക്ക് അതിൻ്റെ മേൽമണ്ണ് ഉണങ്ങിയോ എന്ന് നോക്കിയതിന് ശേഷം മാത്രം വെള്ളം നനച്ച് കൊടുത്താൽ മതി. പിന്നെ ഈ ലീഫിൻ്റെ ഇടയിൽ കൂടി വരുന്ന ആ കരിഞ്ഞ ലീഫുകളും മഞ്ഞ ലീഫുകളും എല്ലാം നമുക്കൊന്ന് നീക്കം ചെയ്യാൻ നോക്കണം. മഴക്കാലമായി കഴിഞ്ഞാൽ ഈ ചെടിക്ക് ഏറ്റവും കൂടുതൽ നേരിടുന്ന പ്രശ്നം എന്ന് പറയുന്നത് ഒച്ചിൻ്റെ ശല്യമാണ്. ഇതിങ്ങനെ ബുഷിയായിട്ട് നിൽക്കുമ്പോൾ ഇതിൻ്റെ ഇടയിൽ കൂടിയൊക്കെ ഒച്ച് കയറിയിരിക്കുന്നത് നമ്മൾ ശ്രദ്ധിക്കാതെ പോകും. അത് ഈ ചെടിയെ തന്നെ നശിപ്പിച്ച് കളയും. അപ്പോൾ നമ്മൾ അതൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് കൊടുക്കണം. നമുക്ക് ഒച്ചിനെ കളയാനുള്ള യാതൊരു രാസവളം ഒന്നും ഇതിന് കൊടുക്കാൻ പറ്റത്തില്ല. ഈ പ്ലാന്റിനെ അത് ബാധിക്കണ കാരണം അതൊക്കെ നമ്മൾ തന്നെ നോക്കിയെടുത്ത് കളയേണ്ടതാണ്. പിന്നെ നമുക്ക് പുളിപ്പിച്ച അരിവെള്ളം, കഞ്ഞിവെള്ളം ഇതെല്ലാം ഈ ചെടിക്ക് നമുക്ക് മാസത്തിലൊരു പ്രാവശ്യം വളരെ കുറഞ്ഞ അളവിൽ നമുക്ക് ഒഴിച്ചു കൊടുക്കാം. മഴക്കാലത്ത് അമിതമായിട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കാതിരിക്കാൻ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കണം. ഈ ചെടി നേരിടുന്ന വലിയൊരു പ്രശ്നം എന്ന് പറയുന്നത് ഇലകൊഴിയലും തണ്ട് ചീയലുമാണ്. അതിനുള്ള കാരണം അമിതമായ നനവും നേരിട്ടുള്ള വെയിലും കുറഞ്ഞ ഈർപ്പവുമായിരിക്കും. മഴക്കാലത്തും വേനൽക്കാലത്തും മാസത്തിലൊരിക്കൽ നമുക്ക് ജൈവ കമ്പോസ്റ്റോ NPK വളമോ കുറഞ്ഞ അളവിൽ മാത്രം ഈ പ്ലാന്റിന് കൊടുക്കാം. ഇതിൻ്റെ പല വെറൈറ്റീസൊക്കെ നമുക്ക് നഴ്സറിയിൽ നിന്നൊക്കെ കിട്ടുകയെ. ഈ കാണുന്നതൊക്കെ അതിൻ്റെ വലിയ സൈസിൽ വരുന്ന മരം പോലെ ആകുന്ന അലാരിയ പ്ലാന്റൊക്കെയാണ്. എന്നാലും കാണുവാൻ കൂടുതലും ഭംഗി നമുക്ക് ഈ കാണുന്ന വൈറ്റും ഗ്രീനും ചേർന്ന അലാരിയ തന്നെയാണ്. ഇത് നമുക്ക് വളരെ എളുപ്പത്തിൽ വളർത്തിയെടുക്കാം. കുറച്ച് പരിചരണമൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഗാർഡനെ മനോഹരമാക്കുവാൻ ഈ ഒരു പ്ലാന്റ് മാത്രം മതി. ഇൻഡോറായിട്ട് ഔട്ട്ഡോറായിട്ടൊക്കെ വളർത്താവുന്നൊരു പ്ലാന്റാണ്. താങ്ക്